ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ KSU വന്നു, പിന്നെ KSUയുടെ വന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നു. അങ്ങനെ പെട്ടെന്ന് MLA സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് കണ്ണടച്ചു തുറക്കുമ്പോൾ കയറി വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പതനവും എന്ന് പറയാതെ വയ്യ. എന്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയെ നടന്ന സംഭവ വികാസങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയാം. ഓഗസ്റ്റ് 20-ന് നടി റിനി ആൻ ജോർജിന്റെ ആരോപണം വരുന്നു. ആ ആരോപണമാണ് എല്ലാത്തിന്റെയും തുടക്കം. ആരാണ് എന്താണ് എന്നും പേര് വെളിപ്പെടുത്താതെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ ഹൂ കെയേഴ്സ് എന്നൊരു പരാമർശം റിനി നടത്തുകയും ചെയ്തു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആളിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെഡായി അന്ന് മാറിയത്. ഇനി ഓഗസ്റ്റ് 21-ൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരനാണ് പിന്നീട് വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടത്. കൃത്യമായി പറയുന്നു, അശ്ലീല ചുവയോടെ ചില സന്ദേശങ്ങൾ അയച്ചു എന്ന് വ്യക്തമാക്കി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഹണി ഭാസ്കരൻ ചെയ്തത്. അതോടുകൂടി തന്നെ രണ്ടാമതൊരു അലിഗേഷൻ കൂടി രാഹുലിനെതിരെ വരികയാണ്. ഇനി ഓഗസ്റ്റ് 21-ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായത് ട്രാൻസ് യുവതിയായ അവന്തിക രാഹുലിന് എതിരെ നടത്തിയ പരാമർശമാണ്. റേപ്പ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എന്നൊക്കെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ രാഹുലിനെതിരെ അവന്തിക ഉയർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് അന്ന് ആദ്യ ദിവസം തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ, ഒരുപക്ഷെ ഒരു ക്രിമിനൽ സ്വഭാവമൊക്കെയുള്ള രീതികളിലേക്ക് അത്തരം പരാതികളൊക്കെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ രാഹുലിനെതിരെയുള്ള വലിയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു പ്രതിപക്ഷം. ഇനി മറ്റ് സംഘടനകൾ. ഇനി ഓഗസ്റ്റ് 21 ഉണ്ടായ മറ്റു പ്രധാനപ്പെട്ട സംഭവമാണ് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന മറ്റൊരു യുവതിയുടെ പരാതി. അതിൻ്റെയും ശബ്ദരേഖ പുറത്തു വന്നു. ശാരീരിക ബന്ധത്തിന് ശേഷം രാഹുൽ പിന്മാറി എന്നാണ് അവർ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള രാജിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം വീട്ടിനകത്ത് മാറി നിൽക്കുന്ന രാഹുൽ, മാധ്യമങ്ങളെ കാണാൻ മടിക്കുന്ന രാഹുൽ, ഒരു പ്രതികരണം നടത്താത്ത രാഹുൽ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത് സ്വമേധയാ എടുത്ത തീരുമാനമാണ് എന്നൊക്കെയുള്ള വരുന്നു. കോൺഗ്രസ് ആവശ്യപ്പെട്ടെന്നും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 22-ാം തീയതി MLA സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലേക്ക് രാഹുൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അടുത്ത ദിവസം ഓഗസ്റ്റ് 23-ന് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തു വന്നു. അതോടുകൂടി തന്നെ നിൽക്കക്കള്ളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി വരുന്നു, രാഹുലും വരുന്നു. യുവതിക്കെതിരെ ഭീഷണിയും അസഭ്യവർഷവും ഒക്കെ അടങ്ങുന്നതായിരുന്നു ആ ശബ്ദരേഖ എന്നതും പറയാതെ വയ്യ. അവിടെയാണ് രാഹുലിന്റെ മറ്റൊരു മുഖം എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ കൂടുതൽ കടുത്ത രീതിയിൽ വരുന്നത്. കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വനിതാ നേതാക്കളടക്കം അതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വരുന്നതും കണ്ടു. ഓഗസ്റ്റ് 23-ന് രാജിക്കായി വലിയ മുറവിളി പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. VD സതീശൻ അടക്കമുള്ള നേതാക്കളും കൈവിടുന്ന കാഴ്ച കണ്ടു. ഒപ്പം ഷാഫി പറമ്പിൽ മാത്രമാണ് രാഹുലിന് ഒപ്പം നിന്നത് എന്നത് ശ്രദ്ധേയമായി. അന്ന് ഓഗസ്റ്റ് 24 രാഹുൽ ഒഴിയുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പറയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. അത്തരം പ്രതികരണങ്ങൾ വരികയും ചെയ്തു. കുടുക്കാൻ ശ്രമം എന്നാരോപിച്ച് രാഹുൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടതാണ് ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവ വികാസം. അവന്തികയും മറ്റൊരു മാധ്യമ പ്രവർത്തകനും തമ്മിലുള്ള ശബ്ദ സന്ദേശം അതിന് തെളിവായി രാഹുൽ പുറത്തുവിടുകയും ചെയ്തു. ഗർഭഛിദ്രമടക്കമുള്ള ആരോപണങ്ങൾക്ക് പക്ഷേ ഒരു മറുപടിയും രാഹുൽ ഇന്നലെ പറഞ്ഞതുമില്ല. ഇനി ഏറ്റവും ഒടുവിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സസ്പെൻഷൻ എന്ന ഉത്തരവ് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസിൽ വരുന്നു. സസ്പെൻഷൻ എന്താണ്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല, കോൺഗ്രസിൽ ഇപ്പോൾ അംഗത്വവുമില്ല എന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കുകയും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു കോൺഗ്രസ്. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനകത്ത് തന്നെ ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട്. MLA സ്ഥാനം കൂടി രാജിവെക്കണം, ഒരു നടപടി കൂടി വേണം, സസ്പെൻഷൻ ഒതുക്കരുത് എന്ന അഭിപ്രായം ചിലർക്കെങ്കിലും ഉണ്ട് എന്നതാണ് വസ്തുത.